ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി 28, വിശുദ്ധ വിലിയാന ഡിബോട്ടി. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ജീവിച്ച വിലിയാന ഡിബോട്ടി അവരുടെ 29-ാം വയസ്സിലാണ് മരിക്കുന്നത്. മരണശേഷം 30-ാം ദിവസമാണ് വിലിയാനയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നത്. അവരുടെ മൃതദേഹത്തിൽ അവസാനമായി ചുംബിക്കുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുമായി ജനം തടിച്ചുകൂടിയിരിക്കുന്നത് കണ്ടാണ് ഈ 30 ദിവസം സംസ്കാരം വൈകിച്ചത്. അത്രയ്ക്ക് ജനങ്ങൾക്ക് പ്രിയങ്കരിയായിരുന്നു വിലിയാന. ഒരു വ്യാപാരിയുടെ മകളായിരുന്നു അവർ. ബാല്യകാലം മുതൽ തന്നെ ഭക്തിപൂർവ്വമുള്ള പ്രാർത്ഥനകളും ഉപവാസവും ശീലമാക്കിയ വിലിയാന 13-ാം വയസ്സിൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടി. കന്യാസ്ത്രീയാക്കുക എന്ന തന്റെ ലക്ഷ്യത്തിന് മാതാപിതാക്കൾ എതിരി നിൽക്കുന്നതിൽ ദുഃഖിതയായിരുന്നു അവർ. ഒരു കന്യാസ്ത്രീ മഠത്തിലേക്കാണ് അവൾ ഒളിച്ചോടിയത്. പക്ഷേ അവിടെ അവളെ സ്വീകരിച്ചില്ല. വീട്ടിലേക്ക് മടങ്ങി പോകുവാനാണ് അവർ ആവശ്യപ്പെട്ടത്. വീട്ടിൽ മടങ്ങിയെത്തിയ വിലിയാനയെ മാതാപിതാക്കൾ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു. റോസോ ഡി പിയോ എന്നായിരുന്നു ഭർത്താവിന്റെ പേര്. കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് തിരിച്ചയച്ചതും വിവാഹം കഴിക്കേണ്ടി വന്നതും വിലിയാനയെ ഏറെ വേദനിപ്പിച്ചു. അവളുടെ ജീവിത രീതി തന്നെ മാറി. അലസിയായി, ലൗകിക സുഖങ്ങളിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചു തുടങ്ങി. ഒരിക്കൽ ഒരു സൽക്കാര പാർട്ടിക്ക് പോകുന്നതിനായി വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കെ കണ്ണാടിയിൽ തന്റെ പ്രതിരൂപം ഒരു ദുർദേവതയുടേതായി അവൾക്ക് അനുഭവപ്പെട്ടു. തന്റെ ജീവിതം വഴിതെറ്റി പോകുന്നതായി ദൈവം മനസ്സിലാക്കി തരികയാണെന്ന് തിരിച്ചറിഞ്ഞ വിലിയാന അപ്പോൾ തന്നെ വസ്ത്രങ്ങൾ മാറ്റി വില കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഡൊമിനിക്കൻ സന്യാസി സഭയുടെ കീഴിലുള്ള ഒരു ആശ്രമത്തിലേക്കാണ് വിലിയാന പോയത്. അവളെ അവിടെ സ്വീകരിച്ചു. കൂടുതൽ സമയവും പ്രാർത്ഥനയും വേദപുസ്തക പാരായണവുമായി വിലിയാന ജീവിച്ചു. ചെയ്തുപോയ പാപങ്ങളുടെ മോചനത്തിനായി വീടുകളിൽ കയറിയിറങ്ങി ഭിക്ഷയാചിച്ചാണ് വിലിയാന പിന്നീട് ജീവിച്ചത്. ഇത് അവളുടെ പഴയ ഭർത്താവിനും ബന്ധുക്കൾക്കും നാണക്കേടിന് കാരണമായി. ഭിക്ഷയാചിക്കുന്നത് അവസാനിപ്പിക്കാൻ അവർ നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ കുർബാനയുടെ മധ്യേ അവൾക്ക് ഹർഷോന്മാദം അനുഭവപ്പെടുമായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദർശനവും നിരവധി തവണ വിലിയാനയ്ക്ക് ലഭിച്ചു. പ്രവചനപരവും ശത്രുക്കളെ പോലും സ്നേഹിക്കുന്നതിനുള്ള പ്രത്യേക കഴിവും അവൾക്കുണ്ടായിരുന്നു. 1361 വിലിയാന രോഗബാധിതയായി മരിച്ചു. ഇന്നീ ദിവസം നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.